ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് നമ്മളുടെ ഗാർഡനിലേക്ക് ഒന്ന് പോകാം. ഓരോരോ ചെടികൾക്കും ഓരോരോ ഭംഗികളാണ്, ഓരോരോ നിറങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനൊരു കുളിർമ കിട്ടും. പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? പക്ഷേ ഈ ചെടികളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഓരോ നിറങ്ങൾ, ഓരോ ഡിസൈനുകൾ, പൂക്കളുടെ നിറങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടും. ചില ചെടികൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിർമ കിട്ടും. അതിൻ്റെ ഓരോ പൂക്കളൊക്കെ ചിലർ പൂക്കളുണ്ടാവാൻ മാത്രമായിട്ട് ചെടി നടുന്നവരുണ്ട്. ചിലർക്ക് പൂക്കൾ വേണ്ട, ചെടികളുടെ ഇലകളുടെ ഭംഗിയൊക്കെ കണ്ടിട്ട് പൂ നടുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ വേണം. ഓക്സിജനൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ചെടികളും മരങ്ങളും ഒക്കെ നമുക്ക് ചുറ്റും വേണം. എല്ലാവരും നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അതിനൊക്കെ ഓരോരോ ഗുണങ്ങളുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ ദൈവം ജനിപ്പിച്ചിരിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും ചെടികൾക്കും എല്ലാത്തിനും ഓരോരോ ധർമ്മങ്ങളുണ്ട്. ഇതൊക്കെ പാലിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ മനുഷ്യനായാലും മനുഷ്യർക്കും ഉണ്ടാവും ഓരോ ധർമ്മങ്ങൾ, ചെടികൾക്കുണ്ടാവും അവരുടേതായ ധർമ്മങ്ങൾ, ജീവജാലങ്ങൾക്കുണ്ടാവും അവരുടേതായ ധർമ്മങ്ങൾ. അങ്ങനെയൊക്കെ ഇവിടെ ഓരോന്നിൻ്റെയും കിടക്കാൻ ഞാൻ ഓരോരോ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള വളങ്ങളൊന്നുമല്ല ചെടികൾക്ക് ഇട്ട് കൊടുക്കാറ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പച്ചക്കറികളുടെ വേസ്റ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കാറ്. പിന്നെ 10 മണി ചെടികൾക്കൊക്കെ മഴക്കാലം വരുമ്പോൾ പെട്ടെന്ന് ചീച്ചിലൊക്കെ വരും. പിന്നെ 10 മണി ചെടികൾ ചെയ്യാണ്ടിരിക്കുക, ഇങ്ങനെ ഹോളുണ്ടാവുമല്ലോ, ഹോളിൻ്റെ അടിയിൽ കൂടെ നമുക്കൊരു കോല് വെച്ച് കുത്തി കൊടുത്താൽ അതിൽ വെള്ളം കെട്ടി നിൽക്കാണ്ട് ഇരിക്കും. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചെടികളൊക്കെ ചീഞ്ഞു പോവും. ഞാൻ എൻ്റെ ഹാങ്ങിങ് ബോട്ടിൽ മണി പ്ലാന്റ് നട്ടിട്ടുണ്ട്. പിന്നെ ബ്രഹ്മി, ടർട്ടിൽ വൈൻ, 10 മണി ചെടികൾ, പിന്നെ മുറുകുണക്കി, ഇതൊരു ഔഷധ സസ്യമാണ് കേട്ടോ, അതൊക്കെ നട്ടിട്ടുണ്ട്. ഈ ചെടിയുടെ പേരെനിക്കറിയില്ല. അതിൻ്റെ ഇലയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ്. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക. നമ്മുടെ മെയിൻ ചാപ്റ്ററിലേക്ക് കിടക്കാം. നമുക്കിനി നമ്മുടെ വീട്ടിൽ വരുന്ന ഇതുപോലെ ഉള്ളിയുടെ തൊണ്ട്, വെളുത്തുള്ളി തൊണ്ട്, പിന്നെ ചായപ്പൊടിയുടെ ചണ്ടി, പിന്നെ മുട്ടത്തോട്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കാവുന്നതാണ്. മുട്ടത്തോടൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കൈകൊണ്ട് ഇതുപോലെ പൊടിച്ച് എടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വളം ഇതൊക്കെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം നമുക്ക് നമ്മുടെ റോസ ചെടികൾക്ക് ഓരോന്നിനും ഇതിട്ട് കൊടുക്കാം. റോസ ചെടി ഞാനിപ്പോൾ വേറൊരു ചെടിയിൽ നിന്നും തണ്ടുകൾ, കമ്പുകൾ, നല്ല മൂത്ത കമ്പുകൾ നോക്കി ഇതുപോലെ മുറിച്ച് നട്ടതാണ്. ഞാൻ പഴത്തിൻ്റെ തൊലിയൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഇത് ചെറുതായി മുറിച്ച് ഞാൻ ഇതിന് വളം ഇട്ട് കൊടുക്കാറുണ്ട്. പൊതിച്ചേമ്പ് തേങ്ങയുടെ ചകിരി പൊതുമ്പുണ്ടാവില്ലേ, അത് ഇതുപോലെയൊക്കെ വച്ച് കൊടുക്കാം നമുക്ക് ചെടികൾക്ക്. ഇതിങ്ങനെ വയ്ക്കുന്നത് കൊണ്ട് മണ്ണ്, നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ മണ്ണ് തെറിച്ച് പോകാണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ ചെടിക്കൊക്കെ ഒരു കുളിർമയും തണുപ്പൊക്കെ കിട്ടുന്നതായിരിക്കും.
ഒരു റോസ ചെടിയിൽ നിന്നാണ് ഞാൻ ആ കമ്പുകൾ മുറിച്ചെടുത്തത്. ഞാൻ കമ്പുകൾ മുറിച്ച് എടുത്ത ആ ഭാഗത്തു നിന്ന് മുള നന്നായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ആ ചെടിയിൽ ഒരു നീലാമരിയുടെ തൈയും കൂടി മുളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നീലാമരി ചെടി വെച്ചിട്ട് അതിൻ്റെ ഇല വെച്ചിട്ട് എണ്ണ കാച്ചുന്ന വീഡിയോ. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി വാച്ച് ചെയ്തിട്ട് പോകും. പിന്നെ ഈ റോസ ചെടിയിൽ നിന്നും ഞാൻ കമ്പുകൾ കട്ട് ചെയ്ത് മാറ്റി നട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾ പുതിയതായിട്ട് റോസക്കമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുമേ ഉണ്ടാകുന്ന ഇലയൊക്കെ ഇല്ലേ, ഇലയൊക്കെ ഒന്ന് വിടിച്ച് കളഞ്ഞിട്ട് നടാം. അപ്പോൾ അങ്ങനെ നടുമ്പോൾ അതിൻ്റെ സൈഡിൽ ഉണ്ടാകുന്ന ചെറിയ കൂമ്പുകളൊക്കെ പെട്ടെന്ന് കിളിർത്ത് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ചെടിക്ക് ഞാൻ പഴത്തിൻ്റെ തൊലിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇതുമ്മ പെട്ടെന്ന് അങ്ങനെ പൂവുണ്ടാവാറില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ചെടിക്ക് നല്ലൊരു മാറ്റമുണ്ട്. പിന്നെ ഈ ചെടിയുടെ കമ്പ് ഞാൻ മുറിച്ച് നട്ടായിരുന്നു. മുറിച്ച് നടാൻ പറ്റിയ ഒരു ചെടി, കമ്പൊക്കെ മുറിച്ച് നടാൻ പറ്റിയൊരു പ്ലാന്റാണത്. വീഡിയോയിൽ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തു നിന്ന് ഞാൻ കമ്പ് മുറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് റീഗ്രോത്തായിട്ട് വേറൊരു കൊമ്പുകളൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഞാൻ എൻ്റെ റോസ് ചെടിയിൽ കുറേ പൂവൊക്കെ ഉണ്ടായി പോയായിരുന്നു. പിന്നെ അതിനകത്ത് വേറൊരു മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഇന്ത്യക്കോ പ്ലാന്റ് രണ്ടാം സൈഡിൽ നിൽക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു ഇലകളുള്ളത്. ഇത് പുതിയതായിട്ട് വന്ന കൊമ്പുകളാണ്. എല്ലാം നന്നായിട്ട് കിളുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.